അതേപോലെ ഇസ്ലാമിലുമുണ്ട് കുറച്ച് വിശുദ്ധന്മാർ, അവരെ ഔലിയാക്കൾ എന്ന് വിളിക്കും. അന്റാർട്ടിക് സമുദ്രത്തിൽ വലിയ മഞ്ഞുമലയിൽ ഇടിച്ച് തകർന്നു പോയ ഒരു കപ്പലിനെ നമ്മുടെ ഇവിടുത്തെയുള്ള കോഴിക്കോടുകാരനായ CH വലിയുള്ളാഹി എന്ന് പറയുന്ന ഒരാൾ അവിടുന്ന് പൊക്കിക്കൊണ്ടുവന്ന് കോഴിക്കോട് ഇറക്കിയ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഒരു ഹെലികോപ്റ്റർ അതിൻ്റെ പങ്ക് ഒടിഞ്ഞു പോയപ്പോൾ പുള്ളി തന്നെ പിടിച്ച് കൂട്ടി കറക്കി കൊണ്ട് കോഴിക്കോട് എത്തിച്ചു എന്നുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതേപോലെ ഹിന്ദുമതത്തിലുമുണ്ട് കുറച്ച് വിശുദ്ധന്മാർ, അവരെ കുട്ടിച്ചാത്തന്മാർ എന്ന് വിളിക്കും. കരിങ്കുട്ടിച്ചാത്തൻ എന്നൊരു കുട്ടിച്ചാത്തനുണ്ട്. പുള്ളിയുടെ പണി കാണാതെ പോയ വസ്തുക്കൾ കണ്ടുപിടിച്ച് കൊടുക്കുക എന്നാണ്. ഇത് തന്നെയാണ് ക്രിസ്തു മതത്തിൽ അന്തോണീസ് പുണ്യാളൻ ചെയ്യുന്നത്. അതായത് ക്രിസ്തു മതത്തിലെ കരിങ്കുട്ടിച്ചാത്തനാണ് അന്തോണീസ് പുണ്യാളൻ, അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ അന്തോണീസ് പുണ്യാളനാണ് കരിങ്കുട്ടിച്ചാത്തൻ. അതേപോലെ പറക്കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നൊരു കുട്ടിച്ചാത്തനുണ്ട്. നിങ്ങൾ പറക്കുട്ടിച്ചാത്തൻ ആണ്ടിൽ ഒരു കോഴിയെ കൊടുത്താൽ നിങ്ങളുടെ കോഴികളെ കുറുക്കൻ പിടിക്കാതെയും പാമ്പ് പിടിക്കാതെയും പറക്കുട്ടിച്ചാത്തൻ നോക്കിക്കൊള്ളും. ഇത് തന്നെയാണ് ഇവിടെ ഗീവർഗീസ് പുണ്യാളൻ ചെയ്യുന്നത്. ഈ ഗീവർഗീസ് പുണ്യാളൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് അതിൻ്റെ തുടക്കക്കാരായ കത്തോലിക്ക സഭ നിഷേധിച്ചിട്ടും ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ കോഴി നേർച്ച എന്ന് പറയുന്നത് ഗീവർഗീസ് പുണ്യാളൻ്റെ പേരിലുള്ള കോഴി നേർച്ചയാണ്. അതായത് ദൈവങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വേഷം മാറി ഇവിടെയും വേഷം മാറി അവിടെയും ഇപ്പുറത്തും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മാറി നടക്കും.